ആളുകളും നമ്മളെ അറിയിക്കുന്നു, ഞങ്ങൾ ജീവിതത്തിൽ വീട്ടിലേക്ക് എത്തി വീട്ടിൽ താമസം ആരംഭിക്കുമ്പോഴൊക്കെ പ്രശ്നങ്ങൾ കഴിയുന്നേയില്ല. അത് കാണുന്നിടത്തൊക്കെ പ്രശ്നമാണ്. ചിലപ്പോൾ വീടിൻ്റെ കന്നിമൂല തെറ്റി എന്ന് ആരെങ്കിലും വന്ന് പറയുന്നു, അല്ലെങ്കിൽ അടുക്കള മാറിക്കിടക്കുന്നു എന്ന് പറയുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ബെഡ്റൂം ഇങ്ങനെയാണോ, ഇങ്ങനെയാണെങ്കിൽ പ്രശ്നമാണെന്ന് പറയുന്നു. അപ്പോൾ ഇങ്ങനെ പ്രശ്നങ്ങൾ കേട്ട് നമ്മൾ ഇനി കഷ്ടപ്പെട്ട് നിർമ്മിച്ച വീട് ഇതങ്ങ് ഒഴിവാക്കി മാറിപ്പോകാമെന്ന് വിചാരിച്ചാലും ചെല്ലുന്നിടത്ത് ഇനി രക്ഷപ്പെടുമോ എന്നുള്ള ആശങ്കകളാണ്. പല ചോദ്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. ഞങ്ങൾ നിലവിൽ താമസിക്കുന്ന വീട്ടിൽ എന്നും കടങ്ങളും പ്രശ്നങ്ങളുമാണ്. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു തരാമോ എന്നാണ്. എനിക്ക് തോന്നുന്നു താങ്കളുടെ 4-5 എപ്പിസോഡിലൂടെയുള്ള വിശദീകരണങ്ങൾ കേട്ടപ്പോൾ ഒരുപക്ഷെ താങ്കൾക്ക് എന്തെങ്കിലും ഒരു പരിഹാരം നിർദ്ദേശിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഈ ചോദ്യം ഉണ്ടായിട്ടുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹാബത്ത് വന്ന് കടം അധികരിക്കുന്ന വിഷയത്തിലും മക്കൾ മരണപ്പെട്ടു പോകുന്ന വിഷയത്തിലും പരാതി പറഞ്ഞപ്പോൾ വീട് മാറി താമസിക്കാൻ പറഞ്ഞതായി കാണാൻ കഴിയും. പക്ഷേ എല്ലാ വീടുകളും ഇതുപോലെ കടമുണ്ടായി മക്കൾ മരിച്ചു എന്നൊന്നും കരുതിയിട്ട് മാറേണ്ടതല്ല. അങ്ങനെ ചില വീടുകൾ ഉണ്ടായിരിക്കാം. ഇതൊരു കോമൺ അല്ല. എല്ലാവരും പിന്നെ കടം വന്നു അതുകൊണ്ട് വീട് മാറുക അങ്ങനെയൊന്നുമില്ല. കടം വരുന്നതിന് ഒരുപാട് കാരണങ്ങൾ ഉണ്ടായിരിക്കും. ഭക്ഷണം കഴിക്കാനോ മരുന്ന് വാങ്ങാനോ സ്വന്തത്തിൻ്റെയും ചെലവ് കൊടുക്കൽ നിർബന്ധമായ ഭാര്യ, സന്താനങ്ങൾ, മാതാപിതാക്കൾ എന്നിവരുടെയും ഭക്ഷണം, മരുന്ന് തുടങ്ങിയ ആവശ്യത്തിന് വേണ്ടി ഒരാൾ കടം വാങ്ങിയാൽ വീട് വിറ്റ് പോകേണ്ട അല്ലെങ്കിൽ വീട് മാറിപ്പോകേണ്ട ഒരവസ്ഥയിലേക്ക് ഒരിക്കലും ആ കടം നീങ്ങൂല. അതേസമയത്ത് വീട് വിറ്റ് പോകേണ്ട അവസ്ഥയിലേക്ക് കടം നീങ്ങുന്നത് പ്രൗഢിയും പത്രാസും കാണിക്കുന്നതിന് വേണ്ടിയും 4 ആളുകളുടെ മുമ്പിൽ മേനി നടിക്കുന്നതിന് വേണ്ടിയും പലിശയുടെ ഭീമമായ ഉപദ്രവമുള്ള തരത്തിലും കടം വാങ്ങുമ്പോൾ മാത്രമാണ്. അപ്പോൾ കടത്തെ 2ആയി വിഭജിക്കണം. എന്താവശ്യത്തിന് വാങ്ങി എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണത് ഭാരമായി വരുന്നത്. ഭക്ഷണത്തിന്, ചികിത്സക്ക് എന്നിവക്ക് കടം വാങ്ങിയ ഒരാൾ അക്കാരണത്താൽ വീട് വിൽക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവാൻ വളരെയധികം സാധ്യത കുറവാണ്. പക്ഷെ ഇന്ന് നമ്മൾ വീടൊക്കെ വിൽക്കേണ്ടി വരുന്ന കടങ്ങൾ എന്ന് പറഞ്ഞത് പലപ്പോഴും കൂട്ടിലുള്ളതിനെ വിട്ട് പറക്കുന്നതിനെ പിടിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിരിക്കും. ചെറിയൊരു കട ഉണ്ട്, ലോൺ എടുത്തുങ്ങാണ്ട് വലിയൊരു കടയാക്കി. ചെറിയ കടം വന്ന അത്യാവശ്യം ജീവിക്കാനുള്ള വരുമാനം ഉണ്ടായിരുന്നു, വലിയ കടയാക്കിയപ്പോൾ ഉള്ള വരുമാനം പോയി. ഇങ്ങനെയുള്ള അവസ്ഥ. ഇതാണ് കൂട്ടിലുള്ളതിനെ വിട്ട് പറക്കുന്നതിനെ പിടിക്കാനുള്ള ശ്രമം. പ്രൗഢി കാണിക്കാൻ, പത്രാസ് കാണിക്കാൻ ഒരിക്കലും ജീവിതത്തിന് വേണ്ടി ആയിരിക്കില്ല. പക്ഷേ ഇതെല്ലാം പറഞ്ഞ് നമ്മൾ ശവത്തിൽ കുത്തുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. പരിഹാരം തന്നെയാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. കടം വീടാൻ ചെയ്യേണ്ടത് സൂറത്തുൽ വാഖിയ എല്ലാ ദിവസവും രാത്രി വീട്ടിൽ നിർബന്ധമായും പതിവാക്കുക. വീട്ടിലെ എല്ലാ അംഗങ്ങളും ഓതിയാൽ അത്രയും നന്നായി. അല്ലെങ്കിൽ കുടുംബനാഥൻ എന്തായാലും ഓതിയിരിക്കണം. അല്ലെങ്കിൽ വീട്ടുകാരിയെ പ്രത്യേകമായി അത് ഓതാൻ ഏൽപ്പിക്കുകയാണ് വേണ്ടത്. അപൂർവം ചില വീടുകളിലെങ്കിലും വീടിൻ്റെ കാരണത്താൽ തന്നെ കടം അധികരിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ അത് ഈ കടം വന്ന വഴിയൊക്കെ ഇങ്ങനെ അന്വേഷിച്ച് നോക്കിയിട്ട് ഏത് വഴിയിലൂടെയാണ്, പലിശയുമായി ഇടപാട് നടത്തിയതാണോ അല്ലെങ്കിൽ ആർഭാടമുള്ള ജീവിതത്തിന് വേണ്ടി ശ്രമിച്ചതാണോ എന്നൊക്കെ പരിശോധിച്ചിട്ട് അതൊക്കെയാണ് കാരണമെങ്കിൽ ഒരിക്കലും വീടല്ല അതിൻ്റെ കാരണം, മനോഭാവമാണ് അതിൻ്റെ കാരണം. ആ മനോഭാവങ്ങളിൽ മാറ്റം വരുത്താതെ വീട് വിറ്റിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ കടം വന്നതുകൊണ്ട് വീട് വിൽക്കുക എന്നുള്ളൊരു സമീപനമില്ല. കടത്തിൻ്റെ പരിഹാരം നോക്കുക എന്നുള്ളതാണ്. ചെറിയ ചെറിയ സംഖ്യകളെങ്കിലും കടത്തിലേക്ക് മാറ്റിവെച്ചാൽ അത്രയും ഭാരം കുറയും. ഭാരം കുറച്ച് കൊണ്ടുവന്നിട്ട് കടം മുഴുവനായും വീട്ടാൻ കഴിയും. കടം വലിയൊരു ഗൗരവമുള്ള കാര്യമാണ്. കടത്തോടു കൂടി മരണപ്പെട്ട ആളുടെ പേരിൽ മയ്യത്ത് നിസ്കരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മടിച്ചു നിന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് കടം വീട്ടാനുള്ള ശ്രമം നടത്തണം. അത് വീട് വിറ്റിട്ട് എന്നില്ല, ചെറിയ ചെറിയ തുകകൾ മാറ്റി വെച്ചിട്ടെങ്കിലും കടം വീട്ടണം. ഇവിടെ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ ഒരുപാട് കടമുണ്ട്. അപ്പം ഞാൻ ഇപ്പോൾ ഒരു 1000 റുപ്യ മാറ്റി വെച്ചിട്ട് എന്താ കാര്യം എന്ന് വിചാരിക്കുകയാണ്. ആ 1000 റുപ്യന് കൊടുത്താൽ അത്രയും ഭാരം ചുരുങ്ങി എന്നാണ് ചിന്തിക്കേണ്ടത്. അങ്ങനെ വീട്ടിൽ തീർക്കണം. ഇപ്പോൾ സൂറത്തുൽ വാഖിയ പാരായണം ചെയ്യാൻ പറഞ്ഞു. അതൊരു വലിയ പ്രതീക്ഷയുടെ വാക്കാണ്. പ്രത്യേകിച്ച് ഖുർആനിൻ്റെ ഒരു ആയത്ത് അല്ലെങ്കിൽ ഒരു സൂറത്ത് തന്നെ പാരായണം ചെയ്ത് അള്ളാഹുവിലേക്ക് തങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ സമർപ്പിക്കുമ്പോൾ മാനസികമായ ആദ്യ ആശ്വാസം കിട്ടുന്നു. അതോടൊപ്പം തന്നെ മാനസികമായൊരു സമാധാനം ഉണ്ടെങ്കിൽ പിന്നീട് നമ്മുടെ കടങ്ങളൊക്കെ പരിഹരിക്കാനുള്ള വഴികൾ തേടാനും നമുക്ക് തോന്നും. ഈ ആ സൂറത്തുൽ വാഖിയയുടെ പാരായണം ചെയ്യേണ്ട സമയം, അതല്ലെങ്കിൽ ഈ വാക്യ പാരായണം ചെയ്തതിനു ശേഷം പ്രത്യേകമായ പ്രാർത്ഥന, അങ്ങനെ വല്ലതുമുണ്ടോ?
സൂറത്തുൽ വാഖിയ ഈ ഉദ്ദേശം വെച്ചുകൊണ്ട് പാരായണം ചെയ്താൽ മതി. പ്രത്യേകിച്ച് നീയത്തുകൾ, ഉദ്ദേശങ്ങൾ, ദുആകളൊന്നും ആവശ്യമില്ല. രാത്രിയിൽ ഓതലാണ് ഏറ്റവും നല്ലത്. മഗ്രിബിയുടെയും സുബ്ഹിയുടെയും ഇടയിൽ എപ്പോഴും ആകാവുന്നതാണ്. രാത്രി കഴിഞ്ഞില്ലെങ്കിൽ മാത്രം പകലോതാം. ഹദീസിൽ ഇങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്, മൻ ഖറഅ സൂറത്തുൽ വാഖിയ ഫീ കുല്ലി ലൈലത്തിൻ മറ ലം യജിദുഹു ഫാഖത്തുൻ അബദ. ആരെങ്കിലും ഒരാൾ രാത്രിയിൽ സൂറത്തുൽ വാഖിയ ഒരു തവണ ഓതിയാൽ അവനൊരിക്കലും ദാരിദ്ര്യം വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം ഇങ്ങനെയൊക്കെ ചെയ്യാം. അതോടൊപ്പം തന്നെ താങ്കൾ പറഞ്ഞ ചില വീടിൻ്റെ കുഴപ്പം കൊണ്ടും ഉണ്ടാകാമെന്ന് പറഞ്ഞു. സൂറത്തുൽ വാഖിയൊക്കെ പാരായണം ചെയ്യാം. എന്നാലും